ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ തൊഴിൽ പഠിക്കുന്നു അതല്ല, നമ്മളുടെ വാസനപരമായിട്ടുള്ള ഇഷ്ടപ്രകാരമായിട്ടുള്ള രീതികളിൽ നമ്മൾ തൊഴിലിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ ഒരു 3 മാസം വേറൊരു തൊഴിൽ ചെയ്യുന്നു, പിന്നീടൊരു 3 മാസം മറ്റൊരു തൊഴിൽ ചെയ്യുന്നു. ഇങ്ങനെ പോയിട്ട് ഒന്നിലും ഉറച്ച് നിൽക്കാത്ത വിധം ഇങ്ങനെ മറുകണ്ഠം ചാടി ഇങ്ങനെ പോവുക. ഇതിനൊന്നും ഒരു പര്യവസാനം ഇല്ലാത്ത വിധം ഒരു ശാപം പിടിച്ചത്, ഇപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും അത് പറയുന്നത്, ശാപം പിടിച്ചത് അല്ലെങ്കിൽ നാശം പിടിച്ചത്. ഞാൻ എന്ത് ചെയ്താലും ഒരു മേൽഗതി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിൽ പഠിച്ചാൽ അത് പരിപൂർണമായിട്ട് വിജയിച്ചു പോകാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അടുത്തുള്ള ഏതെങ്കിലും ശിവക്ഷേത്രങ്ങളിൽ പോവുക, 12 ദിവസത്തെ നിർമ്മാല്യം കണ്ട് തൊഴുക. കാരണം ഗുരുവിൻ്റെ പരിപൂർണമായിട്ടുള്ള തേജസ്വരൂപനും ഗുരു എന്ന് പറയുന്ന ആ ത്രിമൂർത്തി ഭാവത്തിലിരിക്കുന്ന ഭഗവാൻ ഈ ലോകത്ത് ഭഗവാനല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ പോയി നമ്മളുടെ ആത്മാരാധനയും മാനസപൂജയും നമ്മൾ ചെയ്ത്, കൂടാതെ ആ 12 ദിവസത്തെ നിർമ്മാല്യ ദർശനത്തോടു കൂടി ഒരു ഭക്തനായിട്ട് ഭഗവാന്റെ മുമ്പിൽ മാറുകയും, ആ ഭക്തി എന്നുവെച്ചാൽ ആ 12 ദിവസം ക്ഷമയോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ പോയി അവിടുത്തെ നിർമ്മാല്യ സമയത്ത് കണ്ടു തൊഴുകാനുള്ളൊരു മനസ്സ് കാണിക്കുന്ന ആരായാലും, അതായത് നേരത്തെ ഈ പറഞ്ഞ കണക്ക് തൊഴിലുകൾ ചെയ്തിട്ട് മേൽഗതിയില്ലാതെ കിടന്ന് ശാപം പേര് നടക്കുന്ന ആളുകൾ ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ശരി തന്നെ ഒരു മേൽഗതിയും പിടിക്കത്തുമില്ല. എന്തെല്ലാം ദേഹരക്ഷകൾ എഴുതി കെട്ടിയിരുന്നാലും, ഏത് ചരട് ജപിച്ച് കെട്ടിയാലും, എവിടെ പോയി തുള്ളൽ നടത്തി ഭസ്മം ഇട്ടാലും ശരി തന്നെ ഒന്നിനും ഒരു മേൽഗതി കിട്ടാതെ നടക്കുന്നതിൻ്റെയൊക്കെ മെയിൻ കാരണം ഗുരുശാപമാണ്. ചിലപ്പോൾ തൊഴിൽ പഠിപ്പിക്കുന്നവരായിരിക്കും ശപിച്ചത്. കാരണം അവർ നീ പഠിച്ചു, അല്ലെങ്കിൽ നീ ഒരു പ്രസ്ഥാനം പോയി തുടങ്ങ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ അനുഗ്രഹിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹത്തോടു കൂടി വിടുന്ന ശിഷ്യന്മാരെല്ലാം പോയി രക്ഷപ്പെടും. അല്ലാത്ത ആളുകളെല്ലാം അവിടെ കിടന്ന് നിലയിക്കും. കാരണം ഇവർക്കൊക്കെ മനസ്സിനകത്ത് നീ എന്താ എന്തുവാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ അത് പറയാൻ. പക്ഷേ പരിപൂർണമായിട്ടൊരു തൊഴിൽ പഠിക്കാൻ ആര് വന്നാലും അത് നല്ല മനസ്സോടുകൂടി പെട്ടെന്നൊന്നും പഠിപ്പിച്ച് വിടത്തില്ല. വർഷങ്ങളോളം ചവിട്ടി നിർത്തിയേക്കും. പിന്നെ അവർക്ക് മതിയാവാൻ നേരത്ത് അവർ പഠിച്ചെന്നും പറഞ്ഞ് ഇറങ്ങി പോവുക. അല്ലാതെ ഇത് പരിപൂർണമായിട്ടൊന്നും ഒരു ദക്ഷിണ സമ്പ്രദായ രീതി വെച്ച് തുടങ്ങുക, അതേപോലെ തന്നെ ഒരു ഭൂമി പൂജ ചെയ്ത്, ഒരു ഗണപതി ഹോമം നടത്തി, ഒരു ഗുരുപൂജ നടത്തി, അതിൻ്റെ ഒരു പ്രസാദത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മളൊരു മുമ്പോട്ടൊരു പ്രസ്ഥാനം തുടങ്ങുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കാത്ത തലങ്ങളിൽ ചെന്ന് കയറുകയും ചെയ്യും. അതുകൊണ്ടുള്ള അഭിവൃദ്ധിയും യശസ്സും പാരമ്പര്യവും വീണ്ടും അത് തലമുറകളോളം കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ എല്ലാം സ്വയം ഗുരുവായിക്കൊണ്ട് പ്രഖ്യാപനവും നടത്തി സ്വയം എല്ലാ കാര്യങ്ങളിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കും? ബിഗ് സീറോ ആയിട്ട് മാറും. അപ്പം ഈ ശാപം പേറി നടക്കുന്ന ആളുകൾ ഇനി ഏതെല്ലാം ദേവനെ നേരിട്ട് കണ്ടാൽ പോലും ഫലിക്കത്തില്ല. അപ്പോൾ ശാപം തന്നെയാണ്. അപ്പോൾ ആ ശാപത്തെയാണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കേണ്ടത്. 12 ദിവസം ശിവക്ഷേത്രത്തിൽ പോയി നിർമ്മാല്യം കണ്ട് ഭഗവാന്റെ ഭക്തനായിട്ട് മാറുക. അതിനുശേഷം യോഗീശ്വര സ്വാമിക്ക് പാല് പഴവും ത്രിമധുരത്തോടുകൂടി നേദ്യം നടത്തിപ്പിക്കുക. അത് 12 ദിവസം നിർമ്മാല്യം കണ്ടെങ്കിൽ ഒരു വർഷം മാസത്തിലൊരു തവണ എന്ന നിലയിൽ ഏതെങ്കിലും യോഗീശ്വര സ്വാമിമാർക്ക് കൃത്യമായിട്ട് വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. അല്ല ഈ വീഡിയോ കേട്ട് കഴിഞ്ഞ ഉടനെ അവ ഇരുന്നവരെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് നമുക്ക് പോയി അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ പോകാം. അതല്ല പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അവർ ചെയ്താൽ അവർക്കുള്ള ഗുണം കിട്ടും. അവർ നിങ്ങളെ കണ്ടെത്തി പറയത്തുമില്ല, നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഇതാരൊക്കെ കേൾക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ എനിക്കറിയാൻ പറ്റും ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരെല്ലാം കാണുന്നു കേൾക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ വീഡിയോ വഴി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം 100-ൽ 101% സത്യമുള്ള കാര്യങ്ങളാണ്. അല്ലാതെ കാവഠ്യോ
ആളുകളെ ക്യാൻവാസ് ചെയ്യാനോ ഒന്നുമല്ല. സമൂഹത്തിൽ നമ്മൾ നന്മ ചെയ്യാൻ നേരത്ത് ഒരാളല്ലേ നേരിട്ട് പറയാൻ നേരത്ത് കേൾക്കത്തുള്ളൂ. ഇതുവഴിയാണെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ അല്ലെങ്കിൽ ആവശ്യമുള്ളവർ ഇതേപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ കേട്ടിട്ട് അവരത് പോയി ചെയ്യട്ടെ. അവരെന്നോട് നന്ദിയും പറയണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, എനിക്ക് അതിനുള്ള അറിവും ബുദ്ധിയും സിദ്ധിയും തമ്പുരാൻ കൊടുക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ എനിക്ക് ആരുടെ ഒരു ദക്ഷിണയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ എനിക്കുള്ള അറിവ് ഞാൻ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പോയി വിശ്വാസപ്രകാരം ചെയ്താൽ തീർച്ചയായിട്ടും അതിപ്പം മറ്റുള്ള മതസ്ഥർ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ മതത്തിലുള്ള വ്യക്തികളെ പോയി കണ്ടിട്ട് അവരെടുത്ത് ഈ പറഞ്ഞ കണക്ക് തൊഴിൽ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കുരിശാപം പേര് നടക്കുന്നെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ അവരോട് എന്ന് ചോദിക്കാമെന്ന് അവരും പറഞ്ഞു തരും. ഇപ്പം നമ്മൾ ഒരാളുടെ കാലിൽ കയറി മനഃപൂർവ്വം ചവിട്ടുന്നവൻ ചവിട്ടിക്കൊണ്ടേയിരിക്കും, മനഃപൂർവ്വം അല്ലാത്തവൻ പെട്ടെന്ന് കയറി തൊട്ടു വീഴും എന്ന് പറഞ്ഞ കണക്കാണ്. പെട്ടെന്ന് തൊട്ടു വീഴാൻ കാണിക്കുന്ന കണക്കത്തൊരു മനസ്സാണ്. പെട്ടെന്ന് നമ്മൾ ഇതുപോയി ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മെനുഗതി കിട്ടി ജീവിതത്തിൽ എക്കാലവും ശോഭിതമായുള്ള അവസ്ഥ മുമ്പോട്ട് പോയിരിക്കും. അതിലും ഒരു മാറ്റമില്ല. എല്ലാം ഈശ്വരൻ്റെ ദൈവീയ അനുഗ്രഹങ്ങൾ പ്രസൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെല്ലാം വേണ്ടിയാണ് നമ്മളിതെല്ലാം കിടന്ന് പറയുകയും മേടിക്കുകയും ചെയ്യുന്നത്. കൂടാതെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിത രീതി മുന്നോട്ട് പോകാനും അതിലുപരി നല്ലൊരു കുടുംബ ജീവിതത്തിന് പ്രാപ്തമായിട്ട് മാറി വരുന്ന തലമുറകൾക്ക് അതിനുള്ള വഴിയും മാർഗവും കാണിക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ ജന്മം തന്നെ ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുരുകാരണവന്മാരുടെ ശാപം ഉള്ള ആളുകളായാലും ഇല്ലാത്ത ആളുകളായാലും അത് മനസ്സിലാക്കി ഇത് പരിഹാരം ചെയ്താൽ അതിൻ്റെ ഗുണഗതി നിങ്ങൾക്കാണ് ഉണ്ടാവുന്നത്.